ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ CPM സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല, ഗവൺമെന്റിനെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷെ ഈ പറയുന്നത് CPM പാർട്ടി പ്രവർത്തകർ പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു? ഉത്തരം വളരെ സിമ്പിൾ. ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പാർട്ടിയിലോ ഗവൺമെന്റിലോ ആർക്കും ചങ്കൂറ്റമില്ല. വിമർശനമില്ല, വിമർശിക്കാനാവുകയില്ല. എല്ലാം പിണറായിയുടെ കൈകളിൽ ഭദ്രം. പാർട്ടിയിലാണെങ്കിലും അതെ, ഗവൺമെന്റിലാണെങ്കിലും അതെ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം മാത്രമേ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുള്ളൂ. അത് തന്നെയാണ് ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിണറായി 100% ഇൻസുലേറ്റഡ് ആണ്. ആയിരിക്കുന്നിടത്തോളം കാലം പാർട്ടി അനിവാര്യമായ ദുരന്തത്തെ നേരിടേണ്ടി വരും. കോൺഗ്രസിന്റെ പ്രശ്നം എന്താ? ഇതന്നെയാ പ്രശ്നം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അവർ 100% ഇൻസുലേറ്റഡ് ആണ്. എന്തുകൊണ്ട് പ്രിയങ്ക വയനാട്ടിലേക്ക് വന്നു? പ്രിയങ്ക ഗാന്ധി തോൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് ആലോചിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും. അപ്പോ അവരെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കഴിവ് തെളിയിച്ച് അല്ല അവർ നേതൃസ്ഥാനത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടി മറ്റുള്ളവരെല്ലാം വഴിമാറി കൊടുക്കുന്നു. അതിനാണ് പറയുന്നത് ഇൻസുലേറ്റഡ് എന്ന്. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നു. പിണറായിക്കെതിരെ എന്ത് ആരോപണം ഉണ്ടായാലും ആരും ചോദിക്കാനില്ല. പാർട്ടിയിലുമില്ല, ഗവൺമെന്റിലുമില്ല. കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ പാർട്ടി സംവിധാനത്തെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി പലപ്പോഴും പരാജയപ്പെടുന്നു. പല സംസ്ഥാനങ്ങളിലും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ഒരു അഭിപ്രായം പറയുകയില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് BJP ഇങ്ങനെ തുടരെ ജയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആരും കൈക്കൂലി കൊടുക്കുന്നുണ്ടോ എന്ന് എന്റെ സംശയം. BJP-ക്കാര് അവിടെ തന്നെ ഇരുന്നോണം കേട്ടോ, ഞങ്ങൾ കുറച്ചാണോ ഭരിച്ചോടെ എന്ന്. നല്ലൊരു നേതാവ് അവിടെ വന്നിരുന്നെങ്കിൽ ഇത്തവണ അധികാരത്തിൽ വരുമായിരുന്നില്ല. ആ ലീഡർഷിപ്പിന്റെ വാക്യം എല്ലാ കോൺഗ്രസ്സുകാരും ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇമേജ് നഷ്ടപ്പെട്ട, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശ്രീമാൻ പിണറായിയെ മാറ്റി മറ്റു നേതാവിനെ തലസ്ഥാനത്ത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷന്റെ വിധി മറ്റൊന്നാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടല്ല ഈ പാർട്ടി ഇപ്പോൾ മുമ്പോട്ട് പോകുന്ന എന്നർത്ഥം. അനിവാര്യമായ ദുരന്തത്തെ നേരിടുക എന്നുള്ളതല്ലാതെ മറ്റു പോംവഴികളില്ല. പക്ഷേ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് ശ്രീമാൻ പിണറായി വിജയൻ. തന്ത്രങ്ങൾ മെനയാൽ കേന്ദ്രത്തിലെ അമിത്ഷായെ പോലെ പിണറായിക്ക് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞാലേ അടുത്ത ഇലക്ഷനെ ശക്തമായി നേടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വിധത്തിൽ മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിന്റെ കഥ തഥൈവ. ഒരു സംശയവും വേണ്ട. കാത്തിരിക്കാം ഏതാനും